പുരാതന അറേബ്യയുടെ മൺതിട്ടകളിൽ ചന്ദ്രപ്രകാശം മാത്രം പതിഞ്ഞു നിൽക്കുന്ന രാത്രികളിൽ ചരിത്രം മറച്ചുവച്ച ചില കഥകൾ ജനിച്ചു. ഇന്ന് നമ്മൾ കേൾക്കുന്നത് അത്തരം കഥകളിൽ ഒന്നാണ്. അലാവുദ്ദീൻ്റെ മറഞ്ഞ ജീവിതം. ബാഗ്ദാദിന്റെ തെരുവുകളിൽ അലഞ്ഞു നടന്നിരുന്ന ഒരു ബാലൻ. പിതാവില്ലാത്ത ബാല്യം. അമ്മയുടെ കണ്ണുകളിൽ വേദനയും കൈകളിൽ കഷ്ടപ്പാടും. ലോകം അവനെ മടിയൻ എന്ന് വിളിച്ചു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ഒളിഞ്ഞിരുന്ന ഒരു വെളിച്ചമുണ്ടായിരുന്നു. അതാരും തിരിച്ചറിഞ്ഞിരുന്നില്ല. അത് അവൻ്റെ ഭാവിയുടെ സ്വപ്നമായിരുന്നു. ഒരു ദിവസം നഗരത്തിൽ തികച്ചും അന്യനായ ഒരു വ്യക്തിയെത്തി. വാക്കുകളിലും പ്രവൃത്തികളിലും മായാജാലം നിറച്ചിരുന്ന ഒരു മന്ത്രവാദി. അയാൾ പതിയെ അലാവുദ്ദീൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവൻ്റെ ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ചു: നിന്റെ വിധിയെ മാറ്റുന്നൊരു രഹസ്യം എനിക്കറിയാം, എൻ്റെ കൂടെ വരിക. കൗതുകം വളരെ കൂടുതലായിരുന്ന അലാവുദ്ദീൻ കേട്ടയുടനെ മന്ത്രവാദിയുടെ പുറകെ അനുഗമിച്ചു. അങ്ങനെ അവർ എത്തിയത് മലയിടുക്കിൽ ഒളിഞ്ഞിരുന്ന ഒരു ഗുഹയുടെ മുൻപിലായിരുന്നു. മന്ത്രവാദിയുടെ മാന്ത്രിക ശക്തിയാൽ ആ ഗുഹയുടെ വാതിൽ തനിയെ തുറക്കുവാൻ തുടങ്ങി. അത് അലാവുദ്ദീന് വളരെ വലിയൊരു അത്ഭുതമായി തോന്നി. എന്നാൽ അതിനുള്ളിൽ നിന്നും വരുന്ന സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും തിളക്കം അവൻ്റെ കണ്ണുകളെ കവർന്നെടുത്തു. പക്ഷേ ആ സമ്പത്തിനിടയിലും പൊടി പിടിച്ചിരിക്കുന്ന ഒരു പഴയ വിളക്ക് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മന്ത്രവാദിക്ക് ആകെ ആവശ്യമുണ്ടായിരുന്നതും ആ പഴയ വിളക്ക് മാത്രമായിരുന്നു. അലാവുദ്ദീൻ ആഗ്രഹിച്ചതുപോലെ അവൻ്റെയും അവൻ്റെ അമ്മയുടെയും നല്ല ഭാവിക്ക് വേണ്ടി അവൻ ആ ഇരുണ്ട ഗുഹയിലേക്ക് ഇറങ്ങി. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ആ വിളക്ക് അവൻ കൈക്കലാക്കി. എന്നാൽ അപ്രതീക്ഷിതമായി അവൻ ആ ഗുഹയിൽ അകപ്പെട്ടു പോയതിനാൽ അവന് ഗുഹയ്ക്ക് പുറത്തു കടക്കുവാൻ സാധിച്ചിരുന്നില്ല. വിളക്കിൻ്റെ മഹിമ അറിയാതിരുന്ന അലാവുദ്ദീൻ വിളക്കെടുത്ത് പൊടിയെല്ലാം തുടയ്ക്കുന്നതിനിടയിൽ ആ വിളക്കിൽ നിന്നും മരുഭൂമിയുടെ വരെ കാറ്റിനെ വിറപ്പിച്ചുകൊണ്ട് തീക്ഷ്ണമായ പ്രകാശത്തോടുകൂടി ലോകത്തിൻ്റെ തന്നെ അത്ഭുതങ്ങൾ തുറന്നു വയ്ക്കാൻ പ്രാപ്തിയുള്ള ഒരു വലിയ ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ഭൂതം പറഞ്ഞു: യജമാനൻ, ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ അടിമ. ആ ദിവസം മുതൽ അവൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. ജിന്നിൻ്റെ സഹായത്തോടെ അവൻ എല്ലാം നേടി. ഭക്ഷണവും സ്വർണവും നേടി. അവൻ നഗരത്തിൽ കൊട്ടാരം പണിതു. രാജകുമാരി ജാസ്മിനെ വിവാഹം ചെയ്തു. ചൈനയിലെ വിപണികളിൽ നിന്ന് വ്യാപാരകല, ഇന്ത്യയിൽ നിന്ന് നക്ഷത്രശാസ്ത്രം, അറേബ്യയിലെ ഗ്രന്ഥശാലകളിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചം, ഇതെല്ലാം അവൻ നേടിയിരുന്നു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ഇന്ന് അലാവുദ്ദീൻ തെരുവുകളിൽ അലഞ്ഞു നടന്നിരുന്ന ഒരു ബാലനല്ല. ഇന്ന് അവനൊരു രാജകുമാരനാണ്. ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന രാജാവായി മാറി. ലോകം മുഴുവൻ അവനെ മാന്ത്രിക വിളക്കിൻ്റെ രാജകുമാരൻ എന്ന് വിളിച്ചു. എന്നാൽ അലാവുദ്ദീൻ്റെ ജീവിതത്തെ മഹത്തായ കൊട്ടാരങ്ങളും സ്വർണ്ണ തൂണുകളും ബാധിച്ചിരുന്നില്ല. അവൻ്റെ ശക്തി ജനങ്ങൾക്ക് നൽകിയിരുന്ന സ്നേഹത്തിലും കരുണയിലുമായിരുന്നു. അവസാനം അവൻ തിരിച്ചറിഞ്ഞു: വിളക്കും ഭൂതവും കൊട്ടാരങ്ങളും സമ്പത്തും അവൻ്റെ യാത്രയിലെ വഴികാട്ടികൾ മാത്രമാണെന്ന്. യഥാർത്ഥ വെളിച്ചം വിളക്കിനുള്ളിലായിരുന്നില്ല, സ്വന്തം ഹൃദയത്തിനുള്ളിൽ തന്നെ മറഞ്ഞിരിക്കുകയായിരുന്നു എന്ന് അവൻ അവൻ്റെ മനസ്സിൽ മന്ത്രിച്ചു. എൻ്റെ കഥ വിളക്കിനാൽ ആരംഭിച്ചു, പക്ഷേ അത് വെളിച്ചത്തിൽ അവസാനിക്കുന്നു. ഈ വെളിച്ചം ഇനി ഒരിക്കലും മങ്ങുകയില്ല, മറയ്ക്കപ്പെടുകയുമില്ല. യഥാർത്ഥത്തിൽ ഇതാണ് ചരിത്രം മറച്ചുവെച്ച അലാവുദ്ദീൻ്റെ യഥാർത്ഥ മറഞ്ഞ ജീവിതം.